ആൾക്കാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു ഇച്ചിരി ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവാണ്. ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമയല്ല. അപ്പം നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ജോണേഴ്സ്, ഒരു റിയൽ സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. അതെ അതെ. അല്ല, അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ, ബിക്കോസ് നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ചെയ്തത് വെച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇനി നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് പറയാതെ. താങ്ക് യു. നമ്മുടെ അടുത്ത പടങ്ങൾ അങ്ങനത്തെ കുറച്ച് അടിപൊളി പടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു അല്ല, എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ടെങ്കിൽ ബോറടിക്കരുത് എന്നുള്ളതാണല്ലോ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എല്ലാ സുഹൃത്തുക്കളാണ്. അമ്മയുണ്ട്, അജയ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ശ്രീമത, ഒരുപാട് പേര്, ഇത്ര പേരൊക്കെയാണ്. കുറച്ച് പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും അഭിപ്രായം ത്രില്ലർ സിനിമയ്ക്കുള്ള എലമെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല കാര്യങ്ങളും റിയലായിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ പുതിയ പടത്തിലെ നായികമാരാണ്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആനന്ദ് ശ്രീമാല നന്നായിട്ട് നല്ല പടമാണ്. എല്ലാവർക്കും വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെ അല്ലേ? പിള്ളേരെ കൊണ്ടുവരരുത്. ഇനി അത് പറ. സത്യമാണ്, ഞാൻ സത്യം പറയുള്ളൂ. പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞു പിള്ളേർക്ക് അവിടെ വന്നിരുന്ന് ബോറടിക്കും. പോപ്കോണൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ പൈസ അത് വർക്കാവില്ല. നാളത്തെ ക്യാപ്ഷൻ വന്നു, പടത്തിനെതിരെ നായിക. ശിവതയോ രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈക്വലി പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഭയ് ഇതിൻ്റെ പാറ്റേൺ പിടിച്ചിരിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അടുത്ത സീൻ എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നൊരു പരിപാടി കിട്ടി. അപ്പം ഒരു നല്ല ത്രില്ലർ ആവാം അല്ലേ? അഭയുടെ ഫസ്റ്റ് പടം ഒന്നുമല്ല, ഡയറക്ടറായിട്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഫുൾ സീക്രട്ട് ഫാമിലി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ക്ലൈമാക്സിലെ ട്വിസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാം. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക്. കാരണം എനിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ല സിനിമയാണ്, നല്ല ത്രില്ലറാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും എന്നെ ഓടിക്കില്ലേ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ശിവത, എനിക്ക് ശിവതയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി. കാരണം ശിവതയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവർക്കും ഉണ്ട്, ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നന്നായിരുന്നു. എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇപ്പോൾ ശിവതയാണെങ്കിലും അപർണയാണെങ്കിലും ചന്തു ആണെങ്കിലും അനു ആണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് അവരുടെ പെർഫോമൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ചന്തുവിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിലാണ് മനസ്സിലേക്ക് വന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീലോ അങ്ങനെ ഒരു മനസ്സിലൊരു അസ്വസ്ഥ ഫീലാണ് ഇത് കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ഉള്ളത്. ടോട്ടലി പെർഫോമൻസ് ആണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിൽ ഈ അസ്വസ്ഥ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു മനസ്സിലൊരു, പക്ഷേ ഇതൊക്കെ റിയൽ സ്റ്റോറിയാന്ന് അറിയുമ്പോൾ അത് അതിലേറെ അസ്വസ്ഥതയാവുന്നു. ലൈക്ക് ഞാൻ പൊതുവേ തട്ടുപൊളിപ്പൻ പടങ്ങളുടെ ആളാണ്. എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു സിനിമ എനിക്കിത് വെൽമെയ്ഡ് സിനിമ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു അസ്വസ്ഥത ഇതിന് ഉണ്ടാക്കിയത്. അതാണ് കാരണം എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മനസ്സിൽ ഇത് എന്താണിത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്.
എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഞെട്ടിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമല്ല. എല്ലാവർക്കും കൊടുത്ത കാര്യങ്ങൾ അവർ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവില്ലല്ലോ. എനിക്ക് എല്ലാവരും വളരെ കൈയടക്കത്തോടു കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് ഫീൽ. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് ലൈക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒട്ടും ലാഗില്ല, ഇനിയും എന്താണ് അറിയണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു സ്റ്റോറി. അപ്പം പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണ്, ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നും കൂടെ അറിഞ്ഞപ്പം മനസ്സിലൊരു ബുദ്ധിമുട്ട് ചേട്ടൻ പറഞ്ഞ പോലെ. അതർവൈസ് എല്ലാവരുടെയും പെർഫോമൻസും എല്ലാം നല്ലതായിരുന്നു. എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാ ജോണറും പടം ഇഷ്ടമാണ്. താങ്ക് യു. ഒരുപാട് ചേട്ടൻ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെറുപ്പ് തോന്നുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ വെറുപ്പ് തോന്നിയോ? നമ്മളത് പേഴ്സണലി ഒന്ന് വെറുപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം. ഒരു തല്ല് തരാൻ തോന്നി, ഇടി വരാൻ തോന്നി എന്ന് പറഞ്ഞത് അത് വലിയ സന്തോഷം. ബാക്കിയൊക്കെ കോമൺ ഓഡിയൻസല്ലേ കാണണ്ടേ. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളും കോ ആക്ടേഴ്സൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ദേ ഡെഫിനറ്റ്ലി ഹാവ് എ ലിറ്റിൽ ബയസ്. അപ്പോൾ അതില്ലാതെ നാളെ മറ്റത്തെ ഓഡിയൻസ് ഒന്ന് കാണണ്ടേ. നിങ്ങളും കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടം. അപ്പോൾ അത് റെസ്പോൺസ് ഉണ്ടാവും തിയേറ്ററിൽ. പെർഫോമൻസിനെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. വലിയ സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പേരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ നമുക്ക് ഞങ്ങൾ മാത്രം ഒരു ക്ലോസ് സർക്കിളായിരുന്നു ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയൊരു വ്യത്യാസം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഗ്രേ ഷെയ്ഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പരിപാടി രസമായിട്ട് വർക്കായി എന്ന് തോന്നി ഇല്ലേ കണ്ടപ്പോൾ? പ്രസ് മീറ്റിന് പറഞ്ഞ പല ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ കണക്ട് ആയോ? ഇപ്പം കണക്ട് ആയോ? താങ്ക് യു. എല്ലാവരും കാണും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ലാസ്റ്റ് വരെ നമ്മുടെ ഒരു സസ്പെൻസ് തോന്നുന്നുണ്ട്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ആ എല്ലാവരും കൊള്ളാം. അപർണ, ശിവതയൊക്കെ എടുത്തു പറയുന്നുണ്ട്. ചന്തു എല്ലാവരും കൊള്ളാം. അവരവരുടെ ക്യാരക്ടർ എല്ലാവരും നന്നാക്കിയിട്ടുണ്ട്. എന്താ പറയുക? ഓക്കെയാ പറഞ്ഞു എല്ലാവരും നന്നായിട്ടുണ്ട്. ആ പടത്തിൽ നമുക്ക് അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റിയോടെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ആ പടം കണ്ടിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ അത് പിന്നെ ഇതും അതും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അത് വേറൊരു ടൈപ്പ് മൂവിയല്ലേ. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അത് 28-ാം തീയതി റിലീസ്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമാണ്. തീർച്ചയായിട്ടും ആയിരിക്കും. അത്രയും എഫർട്ട് അവരെടുത്തിട്ടുണ്ട്. ബ്ലെസ്സി സാർ ആയാലും പൃഥ്വി ആയാലും നന്നാ എഫർട്ട്. ആ എഫർട്ട് എടുത്തതിൻ്റെ ഒരു പ്രതിഫലം എന്തായാലും ഉണ്ടാവും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അങ്ങനെ തന്നെ വരട്ടെ. ശരിക്കും പറയാം 16 വർഷത്തെ ഒരു അധ്വാനത്തിന്റെ റിസൾട്ടാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഞാനതിൽ അഭിനയിച്ചെങ്കിലും അതിൻ്റെ എഫർട്ടൊന്നും എനിക്ക് അനുഭവിക്കാൻ വന്നിട്ടില്ല. എങ്കിലും മറ്റുള്ളവരെല്ലാം അത്രയും നാളും അതിൻ്റെ എഫർട്ട് എടുത്തതിന് തീർച്ചയായിട്ടും എൻ്റെ ഫലം ഉണ്ടാവും. തന്നെ കുറേ സീക്രറ്റ്സ്, എവറി ഹോം ഹാസ് എ സീക്രറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പടം കണ്ടിട്ട് മിക്കവരും പറഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഭാരം മനസ്സിന്, ഒരു ചെറിയൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞ് അതന്നെയായിരുന്നു നമ്മുടെ തോട്ട് ഉണ്ടോ. കാരണം ഇതൊരു ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ചിരിപ്പിച്ചൊരു ഹാപ്പി എൻഡിങ്ങുള്ളൊരു മൂവിയല്ല, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇത് ഓഡിയൻസിലും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തോന്നുന്നു ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് എന്ന് തോന്നുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. 22nd റിലീസ്. അപ്പോൾ ഉറപ്പായിട്ടും കാണാൻ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് പറയൂ. അരുന്നിക്ക് എന്താ പറയണ്ടത്? സീക്രട്ട് ഹോം എല്ലാവരും കാണണം എന്ന് പറയും. എല്ലാവരും സിനിമ ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ചോദിച്ചത്? സോറി വിട്ടുപോയി. ഇതേപോലത്തെ സിനിമകൾ ചെയ്യാനുള്ള അയ്യോ അങ്ങനെയില്ല. ഇങ്ങനത്തെ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അടുത്ത ടൈപ്പ് കാസ്റ്റിംഗ് ആയിപ്പം ഇത് മാത്രമായിട്ട് വിളിക്കും. അങ്ങനെയല്ല. ആസ് ആൻ ആക്ടർ എല്ലാം ചെയ്യണമെന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും. ഞാൻ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി.